അസൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഡിവിഷൻ മെത്തേഡ്സ് അല്ലെ, ഹരണ രീതികൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇപ്പൊ എടുത്തോണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾക്കൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഹരിക്കാൻ പഠിച്ചതാണ്, ഡിവിഷൻ പഠിച്ചതാണ്. പക്ഷെ എന്നാലും കുറേ കുഞ്ഞു മക്കൾക്ക് ഇപ്പോഴും ഡിവിഷൻ അങ്ങ് തറോ ആയിട്ടില്ല. ഡിവിഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് എങ്ങനെ നമുക്ക് ഡിവിഷൻ, ഹരണം ഈസി ആയിട്ട് ചെയ്യാം എന്ന് നോക്കിയാലോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്തായാലും ഹരണം അറിഞ്ഞിരിക്കണം അല്ലെ, ഡിവിഷൻ അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിവിഷൻ ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആദ്യം നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള നമ്പർ എടുക്കുകയാണ്. 75 ഡിവൈഡഡ് ബൈ 5, അതായത് 75 ഹരിക്കണം 5. ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ നമ്പർ ഇല്ലേ, അതെടുത്ത് മാറ്റി എഴുതുക 75. എന്നിട്ടോ ഒരു ബോക്സിന്റെ അല്ലെ ഇങ്ങനെ വരയ്ക്കുക. ഒരു ബോക്സ് അല്ല, ബോക്സിന്റെ ഒരു പകുതി ഭാഗം വരച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, പുറത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 5 എന്ന് പറയുന്ന നമ്പർ പുറത്ത് ഇങ്ങനെ എഴുതുക. 75 ഉള്ളിൽ എഴുതുക, 5 പുറത്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ നമ്പർ എടുക്കുക. ആദ്യത്തെ നമ്പർ ഇവിടെ ഏതാണ്? 7 ആണ് ആദ്യത്തെ നമ്പർ. 7 എന്ന് പറയുന്ന നമ്പർ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 1 × 5 5, 2 × 5 10. 7 ഇല്ല അല്ലെ, 7 എന്ന് പറയുന്ന നമ്പർ ഇവിടെ ഇല്ല. 5 അല്ലെങ്കിൽ 10 ഇതിൽ ഏതെങ്കിലും ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ ചെറിയ നമ്പർ എടുക്കുന്നതിനെ കൊണ്ട് ഈ നമ്പർ നമുക്ക് എടുക്കാം, 1 × 5. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു 1 × 5 5. എന്നിട്ട് എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. 7ൽ നിന്ന് 5 മൈനസ് ചെയ്യണം അല്ലെ. 7 - 5 എന്ന് പറയുമ്പോൾ 2 വരും. കഴിഞ്ഞോ? ഇല്ല. ഇനി ഇവിടെ ഒരു 5 നമുക്കുണ്ട്. ഈ 5നെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ താഴേക്ക് ഇറക്കി എഴുതണം, 25. ഇനി നമ്മൾ ടേബിളിൽ പോയി നോക്കുക, 25 ഉണ്ടോ. 3 × 5 അല്ലേ 15, 4 × 5 20, 5 × 5 25. യെസ്, 25 ഉണ്ട് അല്ലേ. 25 അങ്ങനെ തന്നെ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 5 × 5 25 എന്ന് എഴുതാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടുന്നു. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 15. സിമ്പിളാണേ, സിമ്പിളാണ്. അപ്പൊ ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കിയാലോ. റെഡി? അടുത്തത് 96 ഡിവൈഡഡ് ബൈ 6, 96 ഹരിക്കണം 6. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 96 എന്ന് എഴുതുക. ഈ സാധനം വരയ്ക്കുക അല്ലെ, ഹരിക്കുന്നതിന്റെ ഡിവിഷന്റെ ആ സാധനം വരയ്ക്കുക. പുറത്ത് 6 എന്ന് എഴുതുക. ഇനി എന്താ ചെയ്യണ്ടേ, ആദ്യത്തെ നമ്പർ എടുക്കുക 9. 6ന്റെ ടേബിളിൽ 9 ഉണ്ടോ നോക്കി. 1 × 6 6, 2 × 6 12. 6 അല്ലെങ്കിൽ 12, 9 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ നമ്പർ ആണ് എടുക്കേണ്ടത്. ചെറിയ 12 എടുക്കില്ല, ചെറിയ നമ്പർ എടുക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, 1 6 are 6, മൈനസ് ചെയ്യുമ്പോൾ 3 വരും, 6 താഴേക്ക് ഇറക്കിയിടുക, 36. ഇനി നമുക്കറിയാം, ഇത് നമ്മൾ ടേബിൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 6 × 6 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 ഇവിടെ എഴുതുന്നു, 6 × 6 36 എന്ന് എഴുതുന്നു, മൈനസ് ചെയ്യുന്നു, 0 0 കിട്ടുന്നു. സോ ഇവിടുത്തെ ആൻസർ 16 ആണ്. കറക്റ്റ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് സാധാരണ ഡിവിഷൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് എപ്പോഴും നമുക്ക് അവസാനം 0 ആണോ വരിക? അല്ല, ചില കേസിൽ ഇവിടെ 0ക്ക് പകരം നമ്പേഴ്സ് വരും. അതിനെയാണ് നമ്മൾ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണക്ക് കൂടെ ചെയ്യാം. 135 ഡിവൈഡഡ് ബൈ 4 ചെയ്തു നോക്കാം. 135 ഉള്ളിൽ എഴുതുക, പുറത്ത് എന്ത് എഴുതുക, 4 എന്ന് എഴുതുക. 135 ഡിവൈഡഡ് ബൈ 4. അപ്പൊ ആദ്യം നമ്മൾ 1 എടുക്കും. 1 4നെയും കാട്ടും ചെറിയ നമ്പറാണ്. അപ്പൊ നമ്മൾ അത് എടുക്കില്ല. അപ്പൊ പകരം എന്ത് ചെയ്യും, 13 എന്ന് എടുക്കും. അതായത് നമ്മൾ എടുക്കുന്ന നമ്പർ പുറത്തുള്ള നമ്പറിനെയും കാട്ടും വലുതായിരിക്കണം. ഇവിടെ നമ്മൾ 1 എടുക്കാൻ പറ്റില്ല, കാരണം 1 4നേക്കാളും ചെറുതല്ലേ. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് 13 ആണ്. എടുക്കേണ്ടത് 13 ആണ്. അപ്പോൾ ടേബിളിൽ 4ന്റെ ടേബിളിൽ 13 ഉണ്ടോ നമുക്ക് നോക്കാം. 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16. ചേടാ, 13 ഇല്ല, പകരം 12 ഉണ്ട്, 16 ഉണ്ട്. അപ്പൊ നമ്മൾ ആരെ എടുക്കും, 12നെയാണ് എടുക്കേണ്ടത്. അപ്പൊ എത്രയാണ്, 3 × 4. അപ്പൊ നമ്മൾ ഇവിടെ 3 എന്ന് എഴുതുന്നു, 3 × 4 12 എന്ന് വരുന്നു. ഇനി എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് വരും, ഇവിടെ 0 എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ 5നെ താഴേക്ക് ഇറക്കി എഴുതുക, 5.
ടേബിളിൽ 15 ഉണ്ടോ നോക്കിയേ, 15 ഇല്ല. പകരം ആരാണുള്ളത്? 16 ഇതിനേക്കാളും വലുതല്ലേ, എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെയും നമ്മൾ ആരെ തന്നെ എടുക്കണം? 12 തന്നെ എടുക്കണം. 3 ടൈംസ് 12. മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 3 എന്ന് ബാലൻസ് വരും. ശിഷ്ടം 3, റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്ന ആളാണ് ഇവിടെ 3 എന്ന് പറയുന്നത്. അതായത് ഈ 135നെ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ 33 into 4 അല്ലേ, പ്ലസ് 3 എന്ന് വരും. ഇതാണ് നമുക്ക് എഴുതാൻ പറ്റുന്ന അവസാനത്തത്. അതായത് ഈ 33 into 4 പ്ലസ് 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 135 എന്ന് കിട്ടും. ഓക്കെ, ഒരു കണക്കൂടെ ചെയ്താലോ. 98 ഡിവൈഡഡ് ബൈ 8. 98 ഉള്ളിൽ എഴുതുന്നു, ഡിവൈഡഡ് ബൈ 8 പുറത്ത് എഴുതുന്നു. 9 എന്ന് പറഞ്ഞാൽ 8നേക്കാളും വലുതായതുകൊണ്ട് ഒരു പ്രാവശ്യം എടുക്കുന്നു, മൈനസ് 8 താഴേക്ക് ഇറക്കി എഴുതുന്നു. എത്ര പ്രാവശ്യമാണ്? 2 ടൈംസ്. 2 into 8 16. മൈനസ് ചെയ്യുന്നു, 2 ബാക്കി വരും. റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 2 വരുന്നു. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? 98 എന്ന് പറഞ്ഞാൽ 12, ഈ നമ്പർ 12 into 8 പ്ലസ് ശിഷ്ടം എത്രയാണ്? 2. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുക. അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ, നമുക്കറിയാം പൃഥ്വി ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് തന്നെ സൈലത്തിനുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഇനി വരാൻ പോകുന്ന ഓണം എക്സാമിന് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ റിവിഷൻ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആരും തന്നെ ചാൻസ് മിസ് ചെയ്യണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഹാപ്പി ആയിട്ട് പഠിക്കാം.